ഈ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് അബദ്ധങ്ങളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഒന്നാമത്തെ അബദ്ധം, പിശാചോ അതൊക്കെ വെറും തട്ടിപ്പല്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ലെന്ന് പറയും. നമ്മൾ ഉറപ്പായിട്ട് ഈ പിശാചിന്റെ പിടിപ്പെടും. പകലും രാത്രിയും ഉണ്ടെങ്കിൽ, വെളിച്ചവും അന്ധകാരവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിശാചുണ്ട്. എവിടെയാണ് അന്ധകാരം വരുന്നത്? അത് എന്തെങ്കിലും വസ്തുവാണ്? എന്തെങ്കിലും വസ്തു വന്നതാണ് അന്ധകാരം? അല്ല, പ്രകാശം ഇല്ലാത്ത അവസ്ഥയാണ് അന്ധകാരം. പകലില്ലാതാവുമ്പോഴാണ് രാത്രി ഉണ്ടാവണേ. അല്ലാണ്ട് രാത്രി എവിടെന്നെങ്കിലും ഓടിക്കൂടി വന്നില്ല. സൂര്യൻ ഉദിക്കുമ്പം വെളിച്ചം വരുമ്പം ഏത് അന്ധകാരവും പോകും. അങ്ങനെ തന്നെയാണ് പിശാച്. ദൈവം ഇല്ലാത്ത അവസ്ഥയാണ്, ഈശോ ഇല്ലാത്ത അവസ്ഥയാണ് പിശാചിന്റെ പിടിയിൽപ്പെട്ടു പോകുന്ന അവസ്ഥ. അതാണ് അന്ധകാരം. ഈശോ വന്ന പിശാചിന് പിന്നെ റോളില്ല. ഈ രണ്ടാമത്തെ അബദ്ധം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ അബദ്ധം, പിശാച് ഭയങ്കര ശക്തിയാണ്, അവൻ പണി തരും, പ്രശ്നമാണ് എന്ന് പേടിച്ച് ജീവിക്കുന്ന ആൾക്കാർ, പിശാചിനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാർ, പിശാചിന്റെ കാര്യം പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നവർ, എന്ത് ദുരന്താണെന്നറിയാമോ? സത്യം പറഞ്ഞാൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പിശാചിന് റോളില്ല. പിശാചിന് ശക്തിയുണ്ട്, പക്ഷെ അതിനേക്കാളും ശക്തിയുണ്ട് ഈശോയ്ക്ക്. അപ്പൊ പിശാചിന്റെ ശക്തിയെ അങ്ങ് ഓവർ ഹൈപ്പ് കൊടുത്ത് അങ്ങ് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെയും നമ്മൾ വീണ് പോകും. പ്രത്യാശ ഇല്ലാത്തവരായിട്ട് മാറും. നമുക്ക് ഈ പിശാചിന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂലെന്ന് വിചാരിക്കും. കൂടോത്രങ്ങളുടെ പുറകെ പോകും. നമ്മൾ ചില നേർച്ചകളുടെ പുറകെ പോകും, ചില പള്ളികളുടെ പുറകെ പോകും. ഓടി നടക്കുക, എന്ത് ചെയ്താലാണ് ഇതിനെ ഓടിക്കാൻ പറ്റണമെന്നാണ് ചിന്തിക്കണം. അപ്പൊ പിശാചില്ല എന്ന് വിചാരിക്കുന്നതും പിശാചിനാണ് ശക്തി എന്ന് വിചാരിക്കുന്നതും രണ്ടും തെറ്റാണ്. ഇന്ന് വചനഭാഗത്തിൽ ഈശോ അപ്പസ്തോലന്മാർക്ക് പിശാചുക്കളുടെ മേൽ അധികാരം കൊടുക്കുകയാണ്. പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തവർ ഇവിടെ ഉണ്ട്. അത് അപ്പസ്തോലന്മാരാണ്, അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിശാചിന്റെ മേൽ ശക്തിയുണ്ട്. പിശാചിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും, പിശാചിന്റെ പൈശാചികമായ ശക്തികളെ. ഈശോ ഉള്ളപ്പം പിശാചിന് പിന്നെ റോളില്ല. പ്രത്യാശയില്ലാത്തവരായിട്ട് മാറിപ്പോകരുത്. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.